ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ. ഇവിടുത്തെ ചുറ്റുപാടുള്ള ചില കാഴ്ചകളും ഒക്കെയാണ് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എൻ്റെ വീട് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി നെടുങ്ങോട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടുത്തെ ചില കാഴ്ചകളും ഞങ്ങളുടെ ചുറ്റുപാടുള്ള ചില കാഴ്ചകളാണ് കാണിക്കുന്നത്. ഞങ്ങൾ ഈ വീടും കുറച്ച് സ്ഥലവും ഇവിടെ വാങ്ങിക്കുന്നത് 2003 ഈ വീടായിട്ട് തന്നെ വാങ്ങിച്ചതാണ്. ഇത് മുന്നേ ഒരു നമ്പൂരിസിൻ്റെ പ്രോപ്പർട്ടി ആയിരുന്നു. അത് കാരണം ഒരു വലിയ പ്ലോട്ടിനകത്ത് ഈ ഒരു വീടായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മളതിന് കുറച്ച് മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് റിയൽ എസ്റ്റേറ്റുകാർ എടുത്ത്, ബാക്കി പോർഷൻസൊക്കെ റിയൽ എസ്റ്റേറ്റുകാർ എടുത്ത് അവരിത് നടുക്കൂടെ ഒരു വഴിയൊക്കെ ഇട്ടിട്ട് 10-20 സെൻറ്റുള്ള ചെറിയ ചെറിയ പ്ലോട്ടുകളായിട്ട് വിറ്റു. ഇപ്പോൾ ഇവിടെ ഏകദേശം ഞങ്ങൾ ചുറ്റുമായിട്ട് ഒരു 10-12 വീടുണ്ട്. മുന്നേ ഞങ്ങൾ ഈ കോമ്പൗണ്ടിൽ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇഷ്ടംപോലെ വീടൊക്കെ ആയി. അന്ന് ഈ വീട് മുകളിലേക്കൊന്നും ഇല്ലാതെ താഴെ മാത്രമായിട്ടുള്ള ഒരു വീടായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് മുന്നേ ഇവിടെ ഒരു വലിയ എട്ടുകെട്ടുണ്ടായിരുന്നു. അത് പൊളിച്ചിട്ട് ഇവർ നമ്പൂരിസ് തന്നെ അവർ തന്നെ വേറെ ഒരു ചെറിയ വീട് വെച്ചതാണ് ഞങ്ങൾ വാങ്ങിച്ച വീട്. പിന്നെ അതിൽ ഞങ്ങൾ റിനോവേഷനും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഇത് ഉമ്മയൊക്കെ നാട്ടിൽ സെറ്റിലായതിനു ശേഷമാണ് ഞങ്ങൾ ഇതിൻ്റെ മുകളിലേക്ക് എടുക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഇതിപ്പോൾ ഏകദേശം പണിയൊക്കെ തീരാറായിട്ടുണ്ട്. ഫ്ലോറിങ്ങൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് പെയിൻറ്റിങ്ങും കുറച്ച് മിനുക്ക് പണികളൊക്കെ ബാക്കിയുണ്ട്. ഇത് നമ്മുടെ ഉമ്മാൻ്റെ ചെടികളാണ്. നിങ്ങൾ കഴിഞ്ഞ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്ന സമയത്ത് ഉമ്മാൻ്റെ ചെടികളെ പറ്റിയിട്ട് ചെറിയ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് കുഴപ്പമില്ലാത്തൊരു റീച്ച് ഉണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ കണ്ട് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ കുറച്ച് ചില പുതിയ മെമ്പേഴ്സൊക്കെ വന്നിട്ടുണ്ട്. ചില പുതിയ പ്ലാൻസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ജസ്റ്റ് ഇങ്ങനെ ഓടിച്ചെടുത്തു എന്നുള്ളൂ. ഉമ്മാക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഇതിപ്പോൾ വീട് പണിയായ കാരണം ഇതൊക്കെ ആകെ അലങ്കോലമായിരിക്കുകയാണ്. ഉമ്മാക്ക് ഇത് എവിടെ കൊണ്ട് വെക്കണം എന്നറിയാതെ ആകെ അതുകൊണ്ട് നടക്കണം ഉമ്മ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് നമ്പൂരിസിൻ്റെ വീടാണെന്ന്. അപ്പോൾ ആ പഴയ മനയുടെ കുളപ്പുരയൊക്കെ എപ്പോഴും അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ നമ്മുടെ കയ്യിലല്ല ഉള്ളത് ഈ പ്രോപ്പർട്ടി. എങ്കിലും നമ്മുടെ തൊട്ട അയൽവാസിയാണ്, അവരുടെ അടുത്താണ് ഉള്ളത്. അവരിപ്പോൾ ഇതിൽ മീനൊക്കെ വളർത്തിയിട്ടുണ്ട്. ഇതാണ് പഴയ വീടിൻ്റെ കുളപ്പുരയാണിത്. ഇപ്പോൾ കുട്ടികൾക്ക് മീനിനെ കാണുമെന്ന് പറഞ്ഞിട്ട് ചപ്പാത്തിയൊക്കെ ഇട്ട് പോവാണ് മീനിനിട്ട് കൊടുക്കാനായിട്ട്. ഇവരിവിടെ ഭയങ്കരമായിട്ട് മീനിനെ വളർത്തുന്നുണ്ട്. ഇവർക്ക് ഇവിടെ പാടത്തൊക്കെ ആയിട്ട് ഇവർ വേറെ തന്നെ JCB വെച്ചിട്ട് വേറെ കുളമൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ മീനൊക്കെ വളർത്തുന്നുണ്ട്. ഇത് ഇന്നലെ വെള്ളം കുറഞ്ഞപ്പോൾ പുഴയിൽ നിന്ന് വെള്ളം അടിച്ച് കയറ്റി നിർത്തിയതാണ്. അപ്പോൾ അത് കാരണം വെള്ളത്തിന് ചെറിയ കലക്കുണ്ട്. വെള്ളം താഴ്ന്നു പോയപ്പോൾ മീനുകൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുഴയിൽ നിന്ന് ഇങ്ങോട്ട് പൈപ്പ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിന്ന് അവർ വെള്ളം അടിച്ച് നിർത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. എനിക്ക് കാണാൻ പറ്റുന്നുണ്ടാവും വിചാരിക്കുന്നു. ഞാനൊരു വലിയ ഫോട്ടോഗ്രാഫറൊന്നും അല്ലാത്ത കാരണം എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവരിതൊക്കെ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ അതിൻ്റേതായ എക്സൈറ്റ്മെൻ്റ് ആണ്. ഞങ്ങൾ എന്നിട്ട് നാട്ടിൽ വരുമ്പോഴൊന്നും ഇങ്ങോട്ടൊന്നും പോകാറൊന്നുമില്ല, അതിനൊന്നുള്ള ഗ്യാപ്പ് ഉണ്ടാവാറുമില്ല. അവരിതൊക്കെ ആദ്യമായിട്ട് കാണണം. പണ്ടൊക്കെ ഞങ്ങളിവിടെ കുളിക്കുകയൊക്കെ ചെയ്യായിരുന്നു. പിന്നെ ഇവരൊക്കെ നീന്താനൊക്കെ പഠിച്ചത് ഈ കുളത്തിൽ നിന്ന് തന്നെയാണ്. അനിയന്മാരൊക്കെ നീന്താൻ പഠിച്ചത് ഈ കുളത്തിൽ നിന്ന് തന്നെയായിരുന്നു. ഇപ്പോൾ ഇവരിത് മീനൊക്കെ ഇട്ട കാരണം ആകെ വലയൊക്കെ വെച്ച് മൂടി കെട്ടിയേക്കാണ്. ഇപ്പോൾ കുറേ മീനൊക്കെ വന്നിട്ടുണ്ട്.
മീൻ ഒരുപാടുണ്ട്, പക്ഷെ നമ്മൾ ഇട്ട് കൊടുത്ത ടൈമിൽ അവർ ഓൾറെഡി ജസ്റ്റ് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കാരണമാണ് അത് വല്ലാതെ ഇങ്ങോട്ട് വന്നിട്ട് കഴിക്കാത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ മനയുടെ കൂടെയുള്ള കുളപ്പരയും അതിൻ്റെ കുളവും കാഴ്ചകളൊക്കെ ഇതാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കണ്ടിട്ട്. ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവർക്ക്. ഇതൊക്കെ ഇറങ്ങട്ടെ എന്ന് ചോദിക്കുകയാണ്, പക്ഷെ നല്ല വഴുക്കലുണ്ട്. അത് കാരണം അവരെ വെള്ളത്തിലോട്ട് ഇറക്കി കൊടുത്തില്ല. സ്റ്റെപ്പിലൊക്കെ നല്ല വഴുക്കലുണ്ട്. ഇതുവരെ ഇതിന്ന് പിടിച്ച മീനാണ്. ഞാൻ വരുന്നതിന് മുന്നേ പിടിച്ചതാണ്. ജസ്റ്റ് അവർ ക്ലിപ്പത്തിൽ ആഡ് ചെയ്തെന്നുള്ളൂ. ഞാനുള്ളപ്പോൾ പിടിച്ചതല്ല കേട്ടോ, ഞാൻ വരുന്നതിൻ്റെ 2 ദിവസം മുന്നേ പിടിച്ച മീനാണ്. അപ്പോൾ മോനെ അവരുടെ ഫോണിൽ എടുത്ത് വെച്ചിരുന്നത് എനിക്ക് അയച്ചു തന്നതാണ്. കാണാനായിട്ട് നല്ല രസമുണ്ട്, നല്ല പിടയ്ക്കുന്ന മീൻ. അങ്ങനെ ഇനി നമ്മൾ തൊട്ടടുത്ത് വേറൊരു കുളം കൂടെ ഉണ്ട്. അത് ഇവർ തന്നെയാണ്, ഇവർ മീൻ വളർത്താൻ വേണ്ടിയിട്ട് പാടത്ത് തന്നെ JCB കൊണ്ട് ഉണ്ടാക്കിയതാണ്. നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് പുഴയുണ്ട്, പിന്നെ പാടവും പുഴയൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് വെള്ളത്തിനൊന്നും ഒട്ടും ക്ഷാമമുള്ള സ്ഥലമല്ല, ഇഷ്ടംപോലെ വെള്ളമൊക്കെ ഉള്ള സ്ഥലമാണ്. ഇത് അവർ വേറൊരു കുളമാണ്. ഇത് അവർ ആർട്ടിഫിഷ്യലി നമ്മൾ JCB വെച്ച് ഉണ്ടാക്കിയതാണ്. ഇതാദ്യം ഇവിടെ ഉണ്ടായിരുന്നല്ല, ഇതിപ്പോൾ അടുത്ത് റീസെൻ്റായിട്ട് ഉണ്ടാക്കിയ കുളമാണ്. ഇതിപ്പോൾ പാടത്താണ് ഈ കുളമുള്ളത് കേട്ടോ. ഇതിലും നല്ലപോലെ അവർ മീൻ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ മൊത്തത്തിൽ നെറ്റൊക്കെ വെച്ച് കെട്ടിയിട്ടുള്ളത്. ഇതിനോട് ചേർന്ന് പാടാണ്, ഞങ്ങളുടെ വീടിൻ്റെ നേരെ ബാക്ക് പാടാണ്. അപ്പോൾ കുട്ടികൾക്ക് പാടത്തേക്കൊന്ന് കൊണ്ടുപോകാൻ വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ അവരായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അവർ പാടം കണ്ടിട്ട് അവരവിടെ നിന്ന് കൊണ്ടുവന്ന ഈ കുഞ്ഞു കുഞ്ഞു പൂവുകളൊക്കെ പേരൊക്കെ ചോദിക്കണം എന്നോട്. എനിക്കത്ര അറിയില്ല. എന്താണ് ഒരു പച്ചപ്പ് നമ്മുടെ നാടിൻ്റെ, അതാണ് നമുക്ക് എത്ര നോക്കി നിന്നാലും മതിയാവില്ല. നല്ല രസമാണ് കാണാനായിട്ട്, നല്ല പച്ചപ്പുള്ള സ്ഥലമാണ്. കാരണം പുഴയോട് അടുത്ത സ്ഥലമായ കാരണം, പാടമൊക്കെ ആയ കാരണം നല്ല വെള്ളമൊക്കെ ഉള്ള സ്ഥലമാണ് ഇവിടെ. അപ്പം അത് കാരണം മൊത്തത്തിൽ നമ്മുടെ ചുറ്റും നല്ല പച്ചപ്പാണ്. ഇവർക്കിതൊക്കെ ഭയങ്കര എക്സൈറ്റിങ് കാഴ്ചകളാണ്. കാരണം ഇവർക്കിത് ശീലമില്ലാത്തതുകൊണ്ടേ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ് ഇവർ ഓരോ കാര്യങ്ങൾ കാണുന്നതും ഒക്കെ. ഇതിവിടെ കാണുന്ന കുഞ്ഞു മുക്കുറ്റിപ്പൂവൊക്കെ പറിച്ച് മണത്തോക്കുന്നൊക്കെ ഉണ്ട്. ഓരോരോ പൂവുകൾ പറിച്ചത് അതിൻ്റെയൊക്കെ പേര് വയ്ക്കണം എന്നോട്. എനിക്ക് ആകെ മുക്കുറ്റിപ്പൂ മാത്രമേ അറിയുള്ളൂ, ബാക്കിയുള്ളതിനൊന്നും പേരൊന്നും എനിക്കും അറിഞ്ഞൂടാ. ഈ പൈപ്പ് കണ്ടോ, ഇതുവരെ ഈ കുളത്തിൽ വെള്ളം കുറയുമ്പോൾ പുഴയിൽ നിന്ന് അടിച്ച് വെള്ളം ചാടിക്കുന്ന പൈപ്പാണ്. ഇതിങ്ങനെ കുളത്തിൽ വെള്ളത്തിൻ്റെ അളവ് താഴുമ്പോൾ പുഴയിൽ നിന്ന് ഇങ്ങനെ അടിച്ച് നിർത്തും അതിനകത്തോട്ട്. അവരുടെ വീട്ടിലിവിടെ പ്രാവൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പ്രാവിനെ കണ്ടിട്ടേ അതിൻ്റെ ഉള്ളിൽ ഒരു പ്രാവ് ഇരിക്കുന്നുണ്ട്, അതിനെ നോക്കി നിൽക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലം ആർക്കാണ് ഇഷ്ടമാവാത്തതല്ലേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.